അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഉപദേശം നൽകുന്ന വസിയ്യത്തായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ഒരു മനുഷ്യൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരാള് വസിയ്യത്ത് പറയാ ആരോടാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടാണ് വസിയ്യത്ത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തായി പറയുന്ന ഏതൊരു കാര്യവും അത് ഗൗരവപ്പെട്ട കാര്യമാണ്. മനുഷ്യരോട് വസിയ്യത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. എന്തുകൊണ്ട്? അതാണ് ഖുർആൻ അടുത്തത് പറയുന്നത്. ഹമലതുഹു ഉമ്മുഹു കുർഹൻ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഗർഭം ധരിക്കുന്നത് പ്രയാസത്തിനുമേൽ പ്രയാസമായി കൊണ്ടാണ്. ഹമലതുഹു ഉമ്മുഹു. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ക്ഷീണത്തിനുമേൽ ക്ഷീണമായി കൊണ്ടാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങളെ ഗർഭം ധരിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, 9 മാസവും 10 ദിവസവും നമ്മുടെ ഉമ്മ നമ്മുടെ വയറ്റിലിട്ട് കൊണ്ടു നടന്നു എന്നുള്ള ആ ടൈം, പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടമാണ്. എന്നിട്ടോ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച് ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചുകൊണ്ടാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അത്ര പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മ പലപ്പോഴും പറയുമ്പോൾ നമ്മളോടൊക്കെ പറയും, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചതാണെന്ന് പറയും. അത്ര വേദന സഹിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മളൊന്ന് വീണിട്ട് നമ്മുടെ കൈന്റെ എല്ലൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വേദന ഉണ്ടാവും? നമുക്ക് സഹിക്കാൻ പറ്റുമോ? പലപ്പോഴും നമ്മൾ കരയാറുണ്ട്. കൈ നമ്മൾ ചിലപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊട്ടിക്കരയും. എന്നാൽ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചാണ് നമ്മുടെ ഉമ്മ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസവിക്കുന്നത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കൂ, പ്രസവിച്ചാൽ മാത്രം മതിയോ? ഖുർആൻ പറയുന്നുണ്ട്, ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചത്. ഒന്നിനും കഴിയാത്ത, ഒന്നും അറിയാത്തവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് അറിവിന്റെയും കഴിവിന്റെയും പാരമ്യതയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എങ്ങനെയാണ് ഈ അറിവിന്റെയും കഴിവിന്റെയും പാരമ്യതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്? നമ്മളെ ഉമ്മ മാറിലേക്ക് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞപ്പാല് നൽകി വളർത്തി വലുതാക്കി നമുക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചാണ്. നമ്മാണെങ്കിലും മനുഷ്യൻ നടന്നു വന്ന വഴികളൊക്കെ അവൻ മറക്കാൻ